ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാവേ. ഫസ്റ്റ് നമുക്ക് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. കാർഡ്സ് എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാം. നൈറ്റ് ഓഫ് കോയിൻസ്, ടു ഓഫ് കോയിൻസ്, Princess of Wands, Eight of Swords, Four of Coins, Queen of Swords, the Devil. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായ ഒരു കാര്യത്തെ കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെയധികം ആവേശത്തോടു കൂടിയാണ്. ഫയറാണ് വന്നിരിക്കുന്നത്, ഫയർ എനർജിയാണ്. കണ്ടില്ലേ, വാൺസ് ഫയർ എനർജി. അതായത് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. കണ്ടില്ലേ, ഇവിടെ തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. ഭയങ്കരമായ ആവേശമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ പരിപൂർണമാണ്. എന്നാൽ ഇതുകൂടി ആയാൽ മാത്രമേ ഇവിടെ കംപ്ലീഷൻ നടക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതുകൂടി വരണം. അതാണ് ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി ഒരുപാട് കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് സാധിച്ചേ മതിയാവൂ. കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആവേശമാണ് ഇത് വന്നു ചേരാൻ വേണ്ടി. വളരെയധികം മനോവേദന അനുഭവിക്കുന്നുണ്ട് ഇത് വന്നു ചേരാൻ വേണ്ടി. ഇത് വന്നു ചേരണം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്ന എനർജിയാണ്. നിങ്ങളിൽ പലരും എന്തൊക്കെയോ ഇന്നത്തെ ദിവസം ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നു. വളരെയധികം അത്യാവശ്യത്തോടും ആവേശത്തോടും കൂടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കാര്യം വന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്കിന്ന് പല കാര്യങ്ങളും സാധ്യമാകും. അതുപോലെയുള്ള ഒരു ആവേശത്തോടു കൂടി, അതുപോലെ ഹൃദയം മുറിഞ്ഞ ഒരു വേദനയോടും വിഷമത്തോടും വല്ലാത്തൊരു ആഗ്രഹത്തോടും ഒക്കെയാണ് നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നോക്കി നിൽക്കുന്ന കാര്യം വരുമോ എന്ന് നമുക്ക് നോക്കാം. 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ സ്നേഹത്തിന് വേണ്ടി ആയിരിക്കണം, അഥവാ ഇനി നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഏതെങ്കിലും വ്യക്തികൾ വരാൻ വേണ്ടി ആയിരിക്കണം. ഇത് കപ്പ് എനർജി അല്ലെ, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു എനർജിക്ക് വേണ്ടി ആയിരിക്കണം കഴിയുന്നത് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതല്ല എങ്കിൽ മറ്റേതെങ്കിലും ചില കാര്യങ്ങൾക്ക്, ചില വ്യക്തികൾക്ക്, ചില സാഹചര്യങ്ങൾക്ക് ഒക്കെയും ആവാൻ ഇവിടെ നോക്കി നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കൂടുതലായിട്ടും ഈ ഒരു എനർജിക്ക് വേണ്ടിയാണെന്ന് കാണുന്നു. ഏതോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ വന്നു ചേരാൻ വേണ്ടി ആയിരിക്കണം. അതായിരിക്കും വല്ലാത്ത ഹൃദയവേദന അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ആയിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതാവാം. അത് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില ആർഗ്യുമെന്റ്സിലൊക്കെ നിങ്ങൾക്ക് സക്സസ് വരുന്നതായിരിക്കാം. അതുമല്ല എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴിയേ വരുന്നതാവാം. ഇതെന്തായാലും ശരി, നിങ്ങൾക്ക് ചിലപ്പോൾ കോടതി വഴി എന്തെങ്കിലും കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾക്കൊരു ജയം ലഭിക്കുന്നതായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തോ ഒരു കാര്യം സാധ്യമായി കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നന്മയാണ് കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. നന്മയുടെ എനർജിയാണ് നിങ്ങളിൽ കൂടുതലായിട്ടുള്ളത് എങ്കിൽ
നിങ്ങൾ ഹോണസ്റ്റിയാണ്, സത്യസന്ധമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ വശത്ത് വരുന്നതായിരിക്കാം, നിങ്ങൾക്കത് സാധ്യമായി കിട്ടുന്നത് ആയിരിക്കാം ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. തീർച്ചയായിട്ടും ഏതോ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ സാമ്പത്തികത്തെ ആഗ്രഹിക്കുന്നുണ്ടാവാം. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ദൂരദേശത്ത് നിന്നുമായിരിക്കും, അല്ലെങ്കിൽ ദൂരദേശത്തൊരു ജോലി ലഭിച്ചിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാവാം. അതുമല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും ആവാം. എന്തായാലും ശരി, ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വാർത്തയെങ്കിലും നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ടു ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നതിന് ഇവിടെ ബാലൻസ് ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നു, ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ബാലൻസ് ചെയ്യണം, ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമുണ്ട് അത്യാവശ്യത്തിന്, പക്ഷേ അനാവശ്യകരമായ ചെലവുകൾ ഉള്ളത് കൊണ്ട് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് വാൻസ് ആണ്. അതായത് വാൻസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി ഇവിടെ. അതുപോലെ തന്നെ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് പലരും വിചാരിച്ചിരിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലരും നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ പലരും ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ തന്നെയും പിന്നീട് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ്, നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത എനർജി. അതുപോലെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നല്ല വിലയും നിലയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മുൻപന്തിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ജോലി ചെയ്യുന്നിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സ്ഥാനത്തെ മറ്റുള്ളവർ ആദരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിങ്ങൾക്ക് അത് കാരണം നിങ്ങൾക്ക് മറ്റു ചില മാറ്റങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒരുപാട് പേരുടെ സ്നേഹം ലഭിക്കുന്നുണ്ട്, മറ്റു ചില ആദരവ് ലഭിക്കുന്നത് കൊണ്ടൊക്കെ നിങ്ങളിലേക്ക് നല്ല മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ടേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തോന്നലിൽ നിങ്ങൾ സ്വയം കീഴടങ്ങി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനമുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങൾ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കണം. അതാണ് വേണ്ടത്. നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മൾ അത് വ്യക്തമാക്കി നമ്മൾ യൂണിവേഴ്സിലേക്ക് ആ ഒരു എനർജി കൊടുക്കണം. മനസ്സിലായി? അപ്പോൾ മാത്രമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഏടാകൂടത്തിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് വരാനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണത്. അങ്ങനെ വളരെ കാര്യമായിട്ട് നിങ്ങൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. നിങ്ങൾ പരിപൂർണമായിട്ട് യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കണം. നിങ്ങൾക്ക് ഏത് കാര്യത്തിലൊരു പരാജയം ഉണ്ടാകുന്നോ, എവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലയോ, ആ ഒരു സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെയധികം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വൈബ്രേഷൻ, പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ തന്നെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർ പറയുന്നതൊന്നും കേട്ട് ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങളുടെ സോൾ തളരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? മറ്റുള്ളവരുടേത് കേട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ സോളിനൊരു ഹാപ്പിനെസ് ഇല്ലാതെ വരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്, സന്തോഷത്തിലിരിക്കാനാണ് അത് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതിന് വേണ്ടതും അങ്ങനെയാണ്. പക്ഷെ നിങ്ങളായിക്കൊണ്ട് മറ്റു പല പ്രവർത്തികളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വളരെയധികം എനർജി ലോ ആയിട്ട് നെഗറ്റിവിറ്റിയിലിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ സ്വയം മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ സ്വയം തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്വയം രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നാണ് കാണുന്നത്.
മനസ്സിലായി. മറ്റുള്ളവരുടെ അടിമയായി കഴിയുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ ഇവിടെ അത് തന്നെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ഇവിടെയും മറ്റുള്ളവർ കൊണ്ടുപോവുകയാണ് നിങ്ങളെ തെറ്റിലേക്ക്, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി. അല്ല, നിങ്ങളെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയല്ല ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന പലരും നിങ്ങളോടൊപ്പം നടന്നുകൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടാവാം. മനസ്സിലായി. അതുകൊണ്ട് ആരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങളിലേക്ക് അടുത്ത് നിങ്ങളെ ഒരുപാട് പ്രേരിപ്പിക്കുകയാണ് ചില തെറ്റുകൾ ചെയ്യാൻ വേണ്ടി. മറ്റു പലരും നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പുകഴ്ത്തി നിങ്ങളെ അവരുടെ വശത്തേക്ക് ചായ്ക്കുന്നുണ്ടാവാം. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നത്തെ ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് വളരെയധികം അടുത്ത് കൂടിയിട്ട് നിങ്ങളുടെ നമ്പർ വാങ്ങിക്കുകയോ ചോദിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ, ഇതിലൊക്കെയും നിങ്ങൾ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് വളരെയധികം ശ്രദ്ധിക്കണം. തെറ്റുകൾ ചെയ്യാൻ മറ്റുള്ളവർ പ്രേരിപ്പിക്കും വളരെയധികം ആവേശത്തോടു കൂടി. അതിൻ്റെതായ യാതൊരു ആവശ്യവുമില്ല. അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് ബുദ്ധിപൂർവം ചിന്തിച്ച് പെരുമാറേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു സാഹചര്യത്തിലായാലും. ഇവിടെ 4 ഓഫ് കോയിൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ 4 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികമുണ്ട്, ഇനി കൂടുതലായിട്ടൊന്നും എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാനിതിനെ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു മനോഭാവത്തോടു കൂടി ഉള്ളതിനെ അടുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും ഭേദം ആർക്കെങ്കിലും അർഹതയുള്ളവർക്ക് കൂടി എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഇരട്ടിയായി നിങ്ങളിലേക്ക് മറുവശത്തു കൂടി വന്നു ചേരും. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങളുടെ ഹൃദയപൂർവ്വം, ഹൃദയം കൊണ്ട് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്ന എനർജിയാണ് ഇവിടെ. കണ്ടില്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്, ഹൃദയം കൊണ്ട് കൊടുക്കണം. ഹൃദയം കൊണ്ട് അവിടെ ആ ഫീൽ ചെയ്യണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ. എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് അത് തിരികെ എത്തുകയുമുള്ളൂ. അതുകൊണ്ട് കയ്യിലുള്ളത് പിശുക്കി വെച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് സഹായിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇൻഡിപെൻഡന്റ് ആവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നു, ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനായിട്ട് ഇവിടെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ശ്രമം പൂർണ്ണമായിട്ടും സക്സസിലേക്ക് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ഒരു പ്രപഞ്ച സത്യത്തെ അറിയാൻ കഴിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ മാറിയിരിക്കുകയില്ല. ആ തീരുമാനം എടുത്തുവെങ്കിൽ നിങ്ങളത് അതിലേക്ക് തന്നെ ആ സക്സസിനെ കൊണ്ടുവരാൻ നിങ്ങൾ പ്രാപ്തരാണ്. അത്തരം വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം അതുപോലെ നോളജ് ഉള്ള ആൾക്കാർ, മറ്റുള്ളവരെ കൂടി നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടേതായ ആ ഒരു സ്നേഹത്തെ നേടിയെടുക്കാൻ അർഹതപ്പെട്ട ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് നല്ലതുപോലെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും, നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഓറക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. സ്ലോയിങ് ഡൗൺ ആണ്. എന്ത് കാര്യം കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ ധൃതി പിടിച്ചൊന്നും എടുത്തു ചാടി പുറപ്പെടാൻ പാടില്ല. കുറച്ചൊന്ന് സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി മുന്നോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏതൊരു കാര്യം എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എടുത്തു ചാടി പുറപ്പെടാൻ പാടില്ല. എനിക്കത് ലഭിക്കും, ഞാൻ പരിപൂർണമായിട്ടും യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു, എനിക്കത് ലഭിക്കും. വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ആ പോസിറ്റീവ് എനർജി യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ വളരെയധികം ക്ഷമയോടും സ്നേഹത്തോടും കൂടി വരാനുള്ളതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സക്സസ് ലഭിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക്, സ്നേഹപരമായ കാര്യങ്ങൾക്കൊക്കെയും നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്ലോയിങ് ഡൗൺ ആണ്.
ഫ്ലവറിംഗ് ആണ്, കണ്ടില്ലേ? ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, സ്നേഹമുണ്ട്, സാമ്പത്തികവുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രിയേറ്റീവ് എനർജിയാണ്. ഇവിടെ ക്രിയേറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവികമായ ഒരു ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ദൈവികമായ ഈ ബ്ലെസ്സിങ്സിൽ ഡിവൈൻ്റെ സപ്പോർട്ടോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ തുടങ്ങുന്നു. ഇത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു എനർജിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികളുണ്ടാകുന്ന, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം പലർക്കും പല വിധത്തിലുമുള്ള സന്തോഷങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. റിസപ്റ്റിവിറ്റിയാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റിസപ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന എനർജിയാണ്. ഈ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളമായിട്ടും ദൈവാനുഗ്രഹം ലഭിക്കുന്നു. മനസ്സിലായി? ദൈവാനുഗ്രഹം മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് ചിലപ്പോൾ സ്നേഹമാകാം, സാമ്പത്തികമാകാം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ഭേദമായി കിട്ടുന്നു. അതുപോലെ ചില സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. മറ്റാരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും ഒരു ഗിഫ്റ്റ് തരാനുള്ള എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ്. വളരെയധികം സമൃദ്ധിയിലേക്ക് പോകുന്ന എനർജിയാണ്. അത് സാമ്പത്തികമാകാം, മറ്റ് പല കാര്യങ്ങളുമാകാം. കണ്ടില്ലേ? കഴിക്കുന്ന കാര്യങ്ങളാവാം, ദൈവാനുഗ്രഹത്തിന്റെ കാര്യങ്ങളിലാവാം, ഏതൊരു കാര്യത്തിലും അബണ്ടൻസ് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, സമൃദ്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഇവിടെ സമൃദ്ധി വരാൻ പോകുന്നു. അതായത് ഒരു പൂർണ്ണത, അതിൻ്റെതായ ഒരു നിറവ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കംപ്ലീഷനാണ്, പല കാര്യങ്ങളിലും കംപ്ലീഷൻ നടക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായും അവിടെ നിങ്ങൾക്ക് പരിപൂർണമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.